ഏതൊരു ഫോട്ടോഗ്രാഫർ ആയിക്കോട്ടെ, വീഡിയോഗ്രാഫർ ആയിക്കോട്ടെ, യൂട്യൂബർ ആയിക്കോട്ടെ, എന്തെങ്കിലും ആട്ടെ, ഇങ്ങനെയുള്ള നീ കുറിഞ്ഞ് കാണുമ്പോൾ വെൽക്കം ബാക്ക് അഗൈൻ. ബിനു ആണേ. ആഹാ, ഇപ്പോൾ രാവിലെ തന്നെ ഞാനും ദാസപ്പനും പതുപോലെ തന്നെ ഇറങ്ങി. ഇന്ന് ഞങ്ങളുള്ളത് മത്തായിപ്പാറയിലുള്ള. മത്തായിപ്പാറ കാണേണ്ട കാഴ്ചകൾ ഒട്ടനവധിയുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ കാണാൻ പോകുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ്. അപ്പോൾ അത് കൂടാതെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ ഇപ്പം നീലക്കുറിഞ്ഞി വസന്തമാണ്. പക്ഷേ നീലക്കുറിഞ്ഞി അല്ല കേട്ടോ, 42 ഇനത്തിൽപ്പെട്ട നീലക്കുറിഞ്ഞിയാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ളത്. അപ്പം ഇതേത് ഇനത്തിൽപ്പെട്ട കുറിഞ്ഞാന്ന് ചോദിച്ചാൽ ഇത് മേട്ടുക്കുറിഞ്ഞി എന്ന് പറയും. കാരണം നമ്മളെ മൂന്നാറും ഊട്ടിയിലൊക്കെയാണ് നല്ല കുറിഞ്ഞികൾ പൂത്തിട്ടുള്ളത്. പക്ഷേ 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന ഈ മേട്ടുക്കുറിഞ്ഞിക്ക് നമ്മൾ നീലക്കുറിഞ്ഞി തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ നമ്മൾ ആ നീലക്കുറിഞ്ഞിയുടെ കാഴ്ചയും പിന്നെ ആ ക്ഷേത്രത്തിൻ്റെ ഒരു കാഴ്ചയും പിന്നെ ഇവിടെ നിന്നും കാണുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻ്റ് കാഴ്ച കാണാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ നമ്മളങ്ങനെ സേഫായിട്ട് ഇരുത്തിയിട്ട് നമ്മൾ പോവുകയാണ്. ഒരു ശിവനും പാർവതിയുടെയും ഒരു കാണിക്ക മണ്ഡപമാണ്. അപ്പം ഇവിടുന്ന് ഏകദേശം നല്ലൊരു കിലോമീറ്റർ ഉണ്ട് നമുക്ക് പോകാനായിട്ട്. 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1/2 കിലോമീറ്റർ അടുത്തുള്ളൂ കേട്ടോ. പക്ഷേ ഈ വഴി പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ അധികം കാട്ടിലൂടെ ഒന്നും കയറരുതെന്നാണ് പറഞ്ഞത്. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ, നമ്മുടെ ചോര ഊറ്റി കുടിക്കുന്ന തോട്ടപ്പുഴകൾ ധാരാളമുണ്ട്. ഇപ്പോൾ രാവിലെ പറയണത് കണ്ടു. പക്ഷേ നമുക്ക് അധികം കാട്ടിലോട്ടൊന്നും പോകുന്നില്ല. ഇവിടുന്ന് ഈ കോൺക്രീറ്റ് റോഡ് മേളിലോട്ട് കയറിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ആ വഴിയിലൂടെയാണ് കയറി വന്നത് കേട്ടോ. ഏകദേശം നമ്മൾ 1/2 കിലോമീറ്ററോളം നമ്മൾ നടന്നു. പക്ഷേ ഈ റോഡിൻ്റെ 2 സൈഡും ഒരുപാട് തെരുവപ്പുല്ലാണ് കേട്ടോ. അങ്ങോട്ടൊരു വഴി. അപ്പോൾ നമുക്കങ്ങനെ ഈ വഴിയിലൂടെ ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പക്ഷെ ഇവിടെ കുറച്ച് പേരങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷേ വെയിലായിരുന്നെങ്കിലോ നല്ല വൈബാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാനായിട്ട്. പക്ഷേ ഉണ്ടല്ലോ റോഡിൻ്റെ നമ്പറില്ലേ തെരുവപ്പുല്ലുകൾ മാത്രമേ ഉള്ളൂ. ഓ, ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ച. ഇവിടെ ഒരു തേയിലത്തോട്ടം കേട്ടോ, വേറെ നമുക്കൊന്നും കാണുന്നില്ല. പക്ഷേ നമ്മുടെ ഹൈ റേഞ്ച് തേയിലത്തോട്ടങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ അപ്പോൾ ചേച്ചി ഈ സ്ഥലത്തിൻ്റെ ശരിക്കുള്ള പേരെന്താ? ഈ സ്ഥലത്തിന്റെ പേര് ഉപ്പുതറ 9 ഏക്കർ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പം ഈ സ്ഥലത്ത് സ്ഥലങ്ങളൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ചേച്ചി രാവിലെ തുണിയൊക്കെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ചേച്ചി നമ്മൾ പറഞ്ഞു ഇവിടുത്തെ സ്ഥലത്തെ പറ്റി. തോട്ടപ്പുഴ ഉണ്ടോ? തോട്ടപ്പുഴ നമ്മുടെ ഈ ഭാഗത്തില്ല. ഇല്ല. അപ്പോൾ ഈ സ്ഥലത്തിന് പേര് 9 ഏക്കർ. അപ്പം ശിവക്ഷേത്രമാണ്. ശിവക്ഷേത്രം, ഉമാമഹേശ്വര ശ്രീ ഹരിഹരപുരം ഉമാമഹേശ്വര ക്ഷേത്രമാണ്. ആയിക്കോട്ടെ. അപ്പം നമ്മളങ്ങനെ ആ ചേച്ചിയോട് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് ഈ വഴി കൂടെ നമ്മൾ ക്ഷേത്രത്തിലോട്ടുള്ളൊരു യാത്രയാണ്. കാരണം കേട്ടോ ഇങ്ങനത്തെ ഒരു റോട്ടിലൂടെ നടന്നിട്ട് ഏകദേശം നല്ലൊരു കാലങ്ങളായി കേട്ടോ. റോഡിൻ്റെ 2 സൈഡിലും നല്ല പച്ചപ്പാണ്. ഇപ്പം നല്ല പച്ചപ്പുള്ള സമയമാണ്. ഈ നിൽക്കുന്ന എല്ലാം മേച്ചിപ്പുല്ലാണ് കേട്ടോ. മേച്ചിപ്പുല്ലില്ല, തെരുവപ്പുല്ലിൽ നിന്നും മേച്ചിപ്പുല്ലിൽ നിന്നും വാറ്റുപുല്ലെന്നൊക്കെ പറയും കേട്ടോ. എന്നാൽ ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച വേറൊരു ലെവൽ തന്നെയാണ്. ആ വഴിയിലൂടെയാണ് നമ്മൾ വന്നത്. അപ്പം ആ കാണുന്ന ഡേഷൻ ഉണ്ട് കേട്ടോ, ഏലപ്പാറ ഒറ്റമരം ഭാഗമാണ് കാണുന്നത് ഇവിടുന്ന്. കാരണം അവിടെയൊക്കെ നല്ല മഴയാണ്. അപ്പം ഇന്നേ ദിവസം വെയിൽ വളരെ കുറവായതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു മൂടൽ വീഡിയോയ്ക്ക്. ഇപ്പോൾ അവിടെ നിന്ന് ചെല്ലുമ്പോൾ അടിപൊളി ഒരു തേയിലത്തോട്ടം കാണാം കേട്ടോ. നമ്മൾ ധാരാളം ഹൈ റേഞ്ചിൽ ധാരാളം തേയിലത്തോട്ടമുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ തേയിലത്തോട്ടത്തോട് കാണുന്ന ഒരു കാഴ്ച വേറെ ലെവൽ തന്നെയാണ്. എത്ര കണ്ടാലും മതി വരത്തില്ല കേട്ടോ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഒരു കാഴ്ച തന്നെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊണ്ടെടുക്കാറായി നിൽക്കുന്ന ഒരു സമയമാണ്. ഇതിൻ്റെ ആ കളറ് കണ്ടോ, പച്ചയും തത്തപ്പച്ചയും ഇടകലർന്ന് നിൽക്കുന്ന ഈ തേയിലത്തോട്ടത്തിലോട്ട് നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇതിൻ്റെ ഒരു വൈബ്. ഇടുക്കി ജലാശയത്തിൻ്റെ ഒരു കാഴ്ച ഇവിടുന്ന് ശകലം കാണാം കേട്ടോ. അപ്പോൾ നമുക്കത് കൂടുതൽ നമ്മൾ സൂം ചെയ്യുന്നില്ല. എന്നാലും ഇതുണ്ടോ, അപ്പോൾ ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ച ഇടുക്കി ജലാശയത്തിൻ്റെ കാഴ്ചയാണ്. അപ്പോൾ അത് കൂടാണ്ട് വേറെയും ദൂരക്കാഴ്ചകൾ ഒരുപാട് കാണാം കേട്ടോ. പക്ഷേ എല്ലാം മഞ്ഞ് കയറി മൂടി നിൽക്കുകയാണ്. ഇവിടുന്ന് കുറച്ചും കൂടെ പോകണം കേട്ടോ ക്ഷേത്രത്തിലോട്ട്. അങ്ങനെ 2 വഴി തിരിയുന്നുണ്ട്. ഇതൊരു വഴിയാണ് കേട്ടോ. അപ്പം നമുക്ക് പോകേണ്ടത് ഇപ്പം ക്ഷേത്രത്തിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാം, വഴി മനസ്സിലായി. അപ്പോൾ നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തി കേട്ടോ. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു സ്മെല്ല്
കിട്ടുന്നുണ്ട്. നല്ല കർപ്പൂരത്തിൻ്റെയും സാമ്പ്രാണിയുടെയും പിന്നെ അതുകൂടാതെ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഓരോ പള്ളിയുടെ ആണെങ്കിലും ദേവാലയത്തിൻ്റെ ആണെങ്കിലും നമ്മൾ മുന്നിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു മെഴുകുതിരി കത്തി നിൽക്കുമ്പോഴും അതുപോലെ കുറേ കുന്തിരിക്കം പോയിക്കുമ്പോഴും എല്ലാം നമുക്കൊരു ഭക്തിയാണ്. അതുപോലെയാണ് കേട്ടോ ഇവിടെയും കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോഴത്തേക്കും കർപ്പൂരത്തിൻ്റെയും സാമ്പ്രാണിയൊക്കെ ഒരു സ്മെല്ല്. ക്ഷേത്രം പണി നടക്കുവാണ്. അത് തന്നെയുമല്ല നമുക്ക് നല്ലൊരു കാഴ്ചയുണ്ട് കേട്ടോ. ഏതൊരു ശിവഭക്തനും ഇത് കാണുമ്പോൾ ഒന്ന് വണങ്ങും കേട്ടോ. എന്താണെന്ന് ചോദിച്ചാണ്ടല്ലോ ഏകദേശം 9 അടി ഉയരത്തിൽ നിൽക്കുന്ന ഈ ഒരു പാറക്കല്ലൊരു ശിവൻ്റെ ഒരു രൂപം വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു ശിവഭക്തനാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് വണങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറകെ കാണുന്ന എല്ലാം കാറ്റാടി കൂപ്പുകളാണ്. കാറ്റാടിയില്ല, ജുക്കാലി കൂപ്പുകളാണ്. അപ്പം ഇവിടെ അങ്ങനെയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കുറേ പണികളൊക്കെ ആരംഭിക്കുന്നുള്ളൂ. എന്നാൽ ആ ക്ഷേത്രത്തിൻ്റെ ചെറിയ കാഴ്ച നമുക്കൊന്ന് കാണാം കേട്ടോ. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് നല്ല വ്യൂ ആണ് കാണാൻ. ഇവിടെയാണ് നീലക്കുറിഞ്ഞി നിൽക്കുന്നത് പറയും, ശരിക്കും കൂടുതലും നിൽക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടാൽ നമ്മളിപ്പം 1, 2 മൂടുകൾ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ ധാരാളം ഉണ്ടെന്നാണ് അറിഞ്ഞത്. ലൈവ് കണ്ടോ ക്ഷേത്രത്തിൻ്റെയും അതുകൂടാതെ മേച്ചിപ്പുല്ലിൻ്റെയും പിന്നെ നമ്മുടെ ജൂക്കാരി തോട്ടത്തിൻ്റെയും അതുകൂടാതെ ഇവിടുന്ന് കാണുന്ന വേറൊരു ലോങ് സൈറ്റ് കാഴ്ച, നമ്മുടെ മത്തായിപ്പാറയുടെ കാഴ്ചയാണ് ഇവിടുന്ന് കാണുന്നത് കേട്ടോ. ആ ദൂരെ കാണുന്ന മഞ്ഞ് മൂടി നിൽക്കുന്ന പ്രദേശമൊക്കെ ഉണ്ടോ, മത്തായിപ്പാറയാണ് കേട്ടോ. മേട്ടുക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പുറയിലാണ് കേട്ടോ. ധാരാളം ഉണ്ട്, പക്ഷേ പൂവെല്ലാം പൊഴിഞ്ഞു പോയി. ഇപ്പം മൊട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ശരിക്കും പൂവുണ്ടായിരുന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. ഇതങ്ങനെ താഴോട്ട് അങ്ങനെ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ നമുക്ക് കണ്ടോ ഭയങ്കര ഒരു മഴ വരുന്നുണ്ട്. ഇവിടെ എപ്പോഴും മഴയുള്ളൊരു പ്രദേശമാണ്. അങ്ങ് അക്കരെ കാണുന്ന എല്ലാം മത്തായിപ്പാറാണ്, അവിടെ എല്ലാം മഞ്ഞ് മൂടി നിൽക്കുകയാണ്. എന്നാലും ഇവിടെ ധാരാളം നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ട് കേട്ടോ. നീലക്കുറിഞ്ഞിയല്ല, മേട്ടുക്കുറിഞ്ഞി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഇവിടെ ധാരാളം നീലക്കുറിഞ്ഞികൾ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. നീലക്കുറിഞ്ഞിയല്ല, മേട്ടുക്കുറിഞ്ഞി. നമ്മുടെ കല്യാണത്തണ്ടലും അതുപോലെ നമ്മുടെ പരുന്തുംപാറയിലൊക്കെ ഇതേ ഇനത്തിൽപ്പെട്ട കുറിഞ്ഞിയാണ് പൂത്ത് നിൽക്കുന്നത്. ഇത് കുറിഞ്ഞിന്നും പറയും, കാരണം ഇത് 12 വർഷത്തിൽ ഒരിക്കലാണ് ഇത് പൂക്കുന്നത്. പക്ഷേ ഇതിന് തീർത്ത് ബലക്കുറവുള്ള കുറിഞ്ഞിയാണ്. അപ്പം 42 ഇനത്തിൽപ്പെട്ട നീലക്കുറിഞ്ഞിയുണ്ട് മൊത്തത്തിൽ. അതായത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ നല്ല കുറിഞ്ഞി പൂക്കുന്നത് നമ്മുടെ മൂന്നാറ്റിലാണ്. അത് തന്നെയുമല്ല 450 പരം നീലക്കുറിഞ്ഞിയാണ് ലോകത്തിലുള്ളത്. ഇതിനു മുമ്പ് ഞാൻ നീലക്കുറിഞ്ഞിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കള്ളിപ്പാറയിലെ നീലക്കുറിഞ്ഞിയും അത് കൂടാതെ നമ്മുടെ കല്യാണത്തണ്ടയിലെ നീലക്കുറിഞ്ഞി ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് നീലക്കുറിഞ്ഞി അല്ലെന്ന് തോന്നുന്നു. ഇത് ബ്രൗൺ കുറിഞ്ഞി ആണെന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ മൊത്തം പൂ ഒഴിഞ്ഞു പോയിട്ട് ബ്രൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. ഉണ്ടോ, ഇതിൻ്റെയൊക്കെ ഒരു വൈബ് വേറെ ലെവലാണ് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് ഒരിക്കലും നമ്മൾ നശിപ്പിക്കില്ല. കാരണം വരുന്ന വിനോദസഞ്ചാരികൾ ഇത് കാണാനായിട്ട് വരുമ്പോൾ നമ്മളിത് നശിപ്പിച്ച് കഴിഞ്ഞാൽ വന്ന് കാണുന്നവർക്കുള്ള അതിൻ്റെ ആ വിഷമം എന്ന് വെച്ചാൽ നിങ്ങൾക്കും അതുപോലെ അനുഭവത്തിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. എന്നാൽ പോലും കേട്ടോ ഇവിടെ ധാരാളം നിൽപ്പുണ്ട്. പക്ഷേ ഇവിടെ ആരണ്ടൊക്കെ ഒത്തിരി പേര് പറിച്ചിട്ടിട്ടുണ്ട് നീലക്കുറിഞ്ഞി. പക്ഷേ ആരും വന്നാൽ ഇനി ഇങ്ങനെ പറിക്കില്ല കേട്ടോ. നമ്മൾ കണ്ടിട്ട് പോവുക. കാരണം ഇവിടെ നല്ലൊരു പ്രദേശമാണ്, ക്ഷേത്രവും അത് കൂടാതെ ഇവിടെ ഉണ്ട് കാണാൻ പറ്റുന്ന നല്ല വ്യൂ ആണ്. കാരണം ഇന്നേ ദിവസം നല്ല മഴയുണ്ട്, നമുക്ക് ഈ വ്യൂ പോയിൻ്റ് ഒന്നും അധികം കാണാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും മഴ മൂടലും കാരണം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ദൂരക്കാഴ്ചയും അത്ര ശരിയല്ല. എന്നാൽ പോലും നമുക്ക് താട്ടും കൂടെ ഇറങ്ങിയിട്ട് നമുക്ക് ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ആയി ചെയ്യാം കേട്ടോ. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന ഈ മേട്ടുക്കുറിഞ്ഞി കാണാനാണ് ധാരാളം വിനോദസഞ്ചാരികളോട് വരുന്നത്. ഏതൊരു ഫോട്ടോഗ്രാഫറാകട്ടെ, വീഡിയോഗ്രാഫറാകട്ടെ, യൂട്യൂബറാകട്ടെ, നമ്മളിത് കാണുമ്പം ഏതൊരു ക്യാമറമാനും ഒന്ന് ചലിപ്പിക്കും അവൻ്റെ മനസ്സും അവൻ്റെ ക്യാമറയും. ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ച ഉണ്ടോ, എന്നതാ. പക്ഷെ ഇച്ചിരി വെയിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി മോനെ. ഈ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത പുതിയൊരു